അറ്റ കൈക്ക് വി.ഡി. സതീശൻ മൂകാംബികയിൽ. മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്ന് യാതൊരു വിശ്വാസവുമില്ലാത്ത വി.ഡി. സതീശൻ സ്വന്തം അണികളെപ്പോലും അറിയിക്കാതെ മൂകാംബിക ദർശനം നടത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് മുൻ കർണാടക MLA ആയ DM ഫറൂഖ്, കമുഹുദ്ദീൻ ബാവ എന്നീ രണ്ടുപേരാണ്. അവരുടെ നേതൃത്വത്തിലാണ് മംഗലാപുരം എയർപോർട്ടിൽ വി.ഡി. സതീശന് സ്വീകരണം ഒരുക്കിയത്. അദ്ദേഹം അങ്ങോട്ട് പോയത് വിമാനത്തിലാണ്, തിരികെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് പുറപ്പെട്ടത് ട്രെയിനിലാണ്. ഇതിന് പിന്നിലും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം മൂകാംബിക യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് റോഡ് മാർഗമുള്ള മൂകാംബിക യാത്ര ഒഴിവാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിമാനത്തെയും ട്രെയിനെയും ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി സതീശൻ തൻ്റെ ഉയർച്ചയ്ക്കായി എന്തെല്ലാം ആത്മീയ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി 2016 വി.ഡി. സതീശൻ നടത്തിയ ഒരു പ്രസംഗം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി.ടി. തോമസ് വേണ്ട, ഇവിടെ ഫ്രാൻസിസ് ജോർജ് മതി. അപ്പൊ ഞാൻ AICC സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബിഷപ്പ് അങ്ങനെ പറയല്ലേ, അത് നമ്മൾ കോൺഗ്രസ് KPCL തീരുമാനിക്കുന്നത്. തൊടുപുഴ പള്ളിയിലെ മൂലമറ്റം പള്ളിയിലെ വികാരിയച്ഛനെ KPC എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് പിതാവ് തീരുമാനിക്കേണ്ട, പിതാവ് അതും തീരുമാനിക്കുക, ഞങ്ങൾ ഇതും തീരുമാനിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇറങ്ങുന്നത് പറയണ്ടേ. ഞാനല്ലാതെ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ പറയും. വി.ഡി. സതീശനെ പിന്നെ നമ്മൾ കാണുന്നത് കാക്കനാട്ടെ കത്തോലിക്ക കേന്ദ്രമായ മൗണ്ട് സെന്റ് തോമസ് ആണ്. ആ കത്തോലിക്ക ആസ്ഥാനത്ത് അദ്ദേഹം ബിഷപ്പുമാരെയും കൂട്ടി അവിടെ ബിഷപ്പുമാരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന സതീശനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. നസ്രത്തിൽ വളർന്ന ആ നസ്രത്തുകാരന്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് നസ്രാണികൾ എന്നറിയപ്പെടുന്നത്. അതിന്റെ ചരിത്രം പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അരനൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആ ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യാത്രയാവുക. പിന്നീട് വി.ഡി. സതീശൻ അടൂരിലെ ഫോറൻസിക് പാസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്ററുടെ അനുഗ്രഹം മേടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ടീമിന് വലിയൊരു ജയം ഉണ്ടാകും. അത് ഈ പരാപരമുള്ള ജയമല്ല, അത് ആധികാരിക ജയമായിരിക്കും. വലിയ ജയങ്ങൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ടീം ജയിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത്. ഇനിയുമുണ്ട് സതീശന്റെ കഥകൾ. പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം കൊണ്ട് അദ്ദേഹം തുലാഭാരം നടത്തി. 8000 ഉണ്ണിയപ്പം വേണ്ടി വന്നു ആ തുലാഭാരത്തിന്. പറവൂർ പുറപ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി. 75 കിലോ പഞ്ചസാരയാണ് സതീശന് വേണ്ടി വന്നത്. ചുരുക്കത്തിൽ ഒരു വശത്ത് സതീശൻ ഇതെല്ലാം തന്നെ അനാചാരങ്ങളാണ്, തനിക്ക് ആകെ വിശ്വാസം ജനങ്ങളിലാണ്, മറ്റൊന്നിലും തന്നെ തനിക്ക് വിശ്വാസമില്ല, തനിക്ക് മതനേതാക്കളിൽ വിശ്വാസമില്ല, അവരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സതീശനെ നമ്മൾ കാണുകയും നേരെ അപ്പുറത്ത് ഇതിനെല്ലാം സമാന്തരമായി ഈ കാര്യങ്ങൾ എന്തെല്ലാമാണോ പറഞ്ഞത് അതെല്ലാം തന്നെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സതീശനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ്. അദ്ദേഹം സതീശനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ കൂടി കേട്ടിട്ട് വരാം. എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്. ഏതായാലും നേതാവ് ഇത്ര ആക്ഷേപിച്ചത് ഒരു നേതാവ് ആയാലും മാത്രമേ ഉള്ളൂ. NSSനെ ആക്ഷേപിച്ചു. NSSനെ മാത്രമല്ല,
എല്ലാ സമുദായങ്ങളെയും. അല്ലെ ഇപ്പോഴല്ലേ പറയുന്നത്? ഇപ്പൊ എന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ചെന്ന് കയറുന്നു. അപ്പൊ പറച്ചിലും പ്രവൃത്തിയായിട്ട് ഇതില്ലെന്ന്. അയാളുടെ നേതാവാണോ? പറഞ്ഞിടത്ത് നീക്കണ്ടേ? ഞങ്ങൾ അന്ന് മുതൽ അയാളോട് ഈ സമീപനം തന്നെയാണ്. അല്ലാതെ അയാൾ മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മണിക്കൂറുകൾക്കിടയിൽ സതീശന്റെ ഏക ആശ്വാസം, ഏക വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ജനങ്ങളല്ല, മറിച്ച് ദൈവങ്ങളാണ്. ദൈവങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ ആകെ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയിൽ വിശ്വാസമില്ല. പാർട്ടിയിൽ എത്രത്തോളം MLA-മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പില്ല. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് വിശ്വാസമില്ല. ഇന്ന് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞു. തങ്ങൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, സതീശന്റെ പേര് പറഞ്ഞിട്ടില്ല, ആരുടെയും പേര് പറയാതെയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ. ആദ്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, എന്നിട്ട് മതി ഞങ്ങളുടെ പിന്തുണ എന്ന് മുസ്ലിം ലീഗ് ആവർത്തിച്ചതോടെ സതീശന് നിക്കക്കള്ളിയില്ലതായി. അങ്ങനെയാണ് ഈ അമ്പലങ്ങൾ തോറും കത്തോലിക്ക പുരോഹിതന്മാരുടെ പിന്നാലെ, പാസ്റ്റർമാരുടെ പിന്നാലെ, കൂടോത്ര ചാത്തന്മാരുടെ പിന്നാലെ ഇത്തരത്തിൽ അന്ധവിശ്വാസവുമായി VD സതീശൻ ഓടി നടക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.